സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിയിലെ ചില ചോദ്യങ്ങളാണ് നമ്മൾ ഒന്ന് നോക്കുന്നത്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും ഇതിനു മുന്നേ ഒക്കെ ചർച്ച ചെയ്ത് തന്നെയാണ്. നിങ്ങൾക്ക് ഏകദേശം എല്ലാം അറിയുന്നതിനായിരിക്കും. കിട്ടും ഒരു ഉറപ്പായിട്ടും ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അതിന്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ എത്താനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഓപ്ഷൻ വായിച്ചിട്ട് അതിന്റെ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. കാരണം നമുക്ക് എക്സാമിന്റെ ആ ഒരു സമയം ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓക്കെ, സമയം എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ സമയമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും സ്വത്വ സാക്ഷാത്കാരത്തിൽ എത്താനുമുള്ള കഴിവിനെ ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന പേര്. ശരിക്കും നോക്കണം. ഇനീഷ്യേറ്റ് ആക്ഷൻസ് ബൈ ഐഡന്റിഫൈങ് വൺസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് and to utilize the maximum potential to attain self-actualization can be termed in relation to multiple intelligence as ഓപ്ഷൻസ് നോക്കാം. ദൃശ്യസ്ഥലപരമായ ബുദ്ധി അല്ലെങ്കിൽ വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്, പ്രകൃതിപരമായ ബുദ്ധി നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, ആന്തരിക വൈയക്തിക ബുദ്ധി അല്ലെങ്കിൽ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ വ്യക്തിയാന്തര ബുദ്ധി ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ്. അപ്പൊ ഇതിലേതാ നമുക്ക് പറയാൻ പറ്റുക? സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും സ്വത്വ സാക്ഷാത്കാരത്തിൽ എത്താനുമുള്ള കഴിവിനെ ബഹുമുഖ ബുദ്ധിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തിയിട്ട് പറയാൻ പറ്റുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. കാരണം എല്ലാം ഇവിടെ സ്വന്തം കാര്യങ്ങളാണ് അല്ലെ, സ്വയമാണ്. ഓക്കെ, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളാണ് മാറ്റങ്ങൾ, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിലെ ഏതാ വരുക? എന്നാലും ഒരു ഇൻഡിവിജ്വലെ കുറിച്ചാണെന്നുള്ള കാര്യം മനസ്സിലായി. അവരുടെ സ്വന്തം മാറ്റങ്ങളെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് നമുക്കറിയാം, ഒന്നെങ്കിൽ എന്തായിരിക്കും, ആന്തരിക വൈയക്തിക ബുദ്ധിയാവാം, അല്ലെങ്കിൽ വ്യക്തിയാന്തര ബുദ്ധിയാവാം അല്ലെ. ആന്തരിക വൈയക്തിക ബുദ്ധി അല്ലെങ്കിൽ വ്യക്തിയാന്തര ബുദ്ധി. അപ്പൊ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആ വ്യക്തി സ്വയം അവന്റെ ഏറ്റവും പരമാവധിയിലേക്ക്, കഴിവിന്റെ പരമാവധിയിലേക്ക് എത്താനൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉയരാനൊക്കെ ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ എന്താ വരിക? യാതൊരു സംശയവും വേണ്ട, ആന്തരിക വൈയക്തിക ബുദ്ധിയാണ് വരിക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആന്തരിക വൈയക്തിക ബുദ്ധി അഥവാ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ഇത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ പറയുന്ന പേര്. സ്വന്തം എന്നാണ്, ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചത്. തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തിങ്കിങ് ഈസ് കോൾഡ്. തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തിങ്കിങ് അല്ലെ, ഒരാളുടെ ചിന്തയെക്കുറിച്ചുള്ള ചിന്ത എന്താ വരിക? നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. തിങ്കിങ് അബൌട്ട് തിങ്കിങ്, വൺസ് ഓൺ തിങ്കിങ് എന്നൊക്കെ പറയുമ്പോൾ ആൻസർ എന്താണ്? ഞാൻ ഓപ്ഷൻ വായിക്കില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ആൻസർ വരുന്നത് മെറ്റാകോഗ്നിഷൻ ആണ്. ഓക്കെ, ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ വിളിക്കുന്ന പേരിനെയാണ് നമ്മൾ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുക. ഓക്കെ, മെറ്റാകോഗ്നിഷൻ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് മെറ്റാകോഗ്നിഷൻ. ഓക്കെ, മെറ്റാകോഗ്നിഷൻ. ഇവിടെ മെഗാകോഗ്നിഷൻ എന്നൊക്കെ കാണും. അപ്പൊ നിങ്ങൾ ഓപ്ഷനിൽ പോയിട്ട് മെറ്റ എന്ന് വിചാരിച്ചിട്ട് മെഗയിൽ പോയിട്ട് നമ്മൾ ബബിൾ ചെയ്യാനൊക്കെയുള്ള ടെൻഡൻസി വരാം. ആ ഒരു സമയത്ത് നമ്മൾ ഒരു ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന പോലെയാണ് ഒരു എക്സാം ഹോളിൽ. അറിയുന്നത് പോലും നമ്മൾ അറിയാത്തതായിട്ട് നമുക്ക് നടിക്കും. ഓക്കെ, ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ട ചോദ്യമായിരിക്കും, പക്ഷെ ആ സമയത്ത് നമുക്ക് തീരെ പരിചയമില്ലാത്ത രീതിയിലൊക്കെ തോന്നും. പിന്നീട് എക്സാം ഹാളിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ഇതൊക്കെ നമുക്ക് അത് അന്ന് പഠിച്ചില്ലേ എന്നൊക്കെ തോന്നുക. അതുകൊണ്ട് മൈൻഡ് ഫ്രീ ആക്കുക. നെക്സ്റ്റ്, മിയ ടീച്ചർ സയൻസ് പാഠവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. തുടർന്ന് ചെറു സംഘങ്ങളായി നിർവഹിക്കാൻ ചില പ്രവർത്തനങ്ങൾ നൽകി. ഇവിടെ ടീച്ചർ ഉദ്ദേശിക്കുന്നത് എന്താണ്? മിയ ടീച്ചർ discussed the concepts related with the science lessons in the class. Then she gave some activities to the student to undertake in small groups. The purpose of the teacher here is dash. എന്താ വരുക? എന്നാ ടീച്ചർ ഇവിടെ ഉദ്ദേശിക്കുന്ന പേർപ്പസ് എന്തായിരിക്കും ടീച്ചറുടെ? ഓപ്ഷൻ നോക്കിയേ. കുട്ടികളിൽ സാമൂഹ്യ ബന്ധം വളർത്തൽ എന്ന് വെച്ചാൽ to increase the sociability of the student. എല്ലാ കുട്ടികളിലും ആശയധാരണ ഉറപ്പാക്കൽ അല്ലെങ്കിൽ to enable all students to attain the concept. നെക്സ്റ്റ്, ചെറു സംഘങ്ങളിലെ ചർച്ചയിലൂടെയുള്ള ആ സംശയ നിവാരണം അല്ലെങ്കിൽ those who have doubts can clear them in small groups. and option D, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം all the above. അപ്പൊ എന്താ നമുക്ക് വരിക? ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താ നമുക്ക് പറയാൻ പറ്റുക? ടീച്ചർ ചർച്ച അല്ലെ, ചെറു ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ കുട്ടികളായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെ ചർച്ച ചെയ്യിപ്പിക്കുകയാണ് അല്ലെ. ആ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയാൻ പറ്റും? ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊണ്ട് ടീച്ചർ ഉദ്ദേശിക്കുന്നത് മാത്രമേ നമുക്ക് പറയാണ്ടൂ. ആൻസർ എന്താ വരിക? ഇവിടെ എല്ലാ കാര്യങ്ങളും വരും അല്ലെ. നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. കുട്ടികളെ സാമൂഹ്യ ബന്ധം വളർത്തുക ശരിയാണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെ നമുക്കൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ കുട്ടികളും ആശയധാരണ ഉറപ്പാക്കാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകളിലൂടെ അത് കൃത്യമായിട്ട് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ചെറു സംഘങ്ങളിലെ ചർച്ചയിലൂടെയുള്ള സംശയ നിവാരണം നമുക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ, ചെറിയ സംഖ്യകളാകുമ്പോൾ സംശയങ്ങളും കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്യാം എന്ന് വെച്ചാൽ എല്ലാം വരും. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ സൂചിപ്പിച്ചവ എല്ലാം എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി, കൃത്യമായിട്ട് കിട്ടും. നെക്സ്റ്റ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒന്ന് വായിച്ചു നോക്കിയേ. പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വിലയിരുത്തൽ രീതിയും ഉണ്ട്. ഇതറിയപ്പെടുന്ന പേരെന്താണ്? The ideas and concepts acquired through learning are critically examined by the learner and changes are acquired. This is another type of assessment known as സ്വയം വിലയിരുത്തൽ അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ്. വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെന്റ് ആസ് ലേണിംഗ്, പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ് ആൻഡ് ഓപ്ഷൻ ഡി പഠനത്തിനായുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ അസസ്മെന്റ് പഠനത്തെ വിലയിരുത്തൽ എന്ന് വെച്ചാൽ അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ്. നെക്സ്റ്റ് പഠനത്തിനായുള്ള വിലയിരുത്തൽ മീൻസ് അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഓക്കെ, ഇവിടെ ഓഫ് ആണ് വരിക. ക്ലിയർ? അപ്പോൾ അത് കുഴപ്പമില്ല, നോക്കിയാൽ മതി, ഓഫ് എന്നാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പൊ ഇതിലേതാ വരിക? പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കുകയും ചെയ്യുന്ന ഒരു വിലയിരുത്തൽ രീതിയും ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. സ്വയമാണ്, സ്വയം ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പഠിതാവ്, ഒരു ലേണർ, അവൻ എന്ത് ചെയ്യുന്നു? പഠിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൻ തന്നെ സ്വയം അവനെ കുറിച്ച് ഒരു അസസ് ചെയ്യുവാണ്. ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ആ കുട്ടി സ്വയം വിമർശന വിധേയമായി പരിശോധിക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്ന പേരാണ് എന്ത്? യാതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ഇവിടെ ഇതാ, വിലയിരുത്തൽ തന്നെ പഠനം അല്ലെങ്കിൽ അസസ്മെന്റ് ആസ് ലേണിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത ഈ പഠനവുമായി ബന്ധപ്പെട്ട അസസ്മെന്റ് ടോപ്പിക്കാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. നെക്സ്റ്റ്, വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ വിത്ത് റിഗാർഡ് ടു ഡെവലപ്മെന്റ്. എന്റെ സൗണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, 2 ദിവസമായിട്ട് വേറെ റിവിഷൻ ക്ലാസ്സിലായതുകൊണ്ട് സൗണ്ട് വല്ലാണ്ട് പോയിട്ടുള്ളത്. നോക്കാം, വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. വികാസം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. നെക്സ്റ്റ്, വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ ഗ്രോത്ത്. അടുത്തത്, വികാസം ഗുണാത്മകമാണ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ഓപ്ഷൻ ഡി വികാസ ഘട്ടങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ് ആർ ഇന്റർ റിലേറ്റഡ്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക കൃത്യമായിട്ട്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഏതാ വരിക? വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്തത്, ഇതാണ് നോക്കേണ്ടത്. ശരിയല്ലാത്തത് നെഗറ്റീവ് ടേം ഉണ്ടാവും, അത് ശരിക്കും നോക്കണം. ശരിയല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാ വരിക? വികാസം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, കൃത്യമായിട്ട് നമുക്ക് അറിയുന്നതാണ്. പരിപക്വതയെയും പഠനത്തെയും, അതായത് ഡെവലപ്മെന്റ് ബേസ്ഡ് ഓൺ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് അല്ലെ. വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ, ശരിയാണ്. ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ ഗ്രോത്ത് എന്ന് പറയാൻ പറ്റുക. വളർച്ചയിലൂടെ മാത്രമല്ലല്ലോ നമുക്ക് ഡെവലപ്മെന്റ് നടക്കുക അല്ലെ. വളർച്ചയില്ലാത്ത ഒരാൾ, അതായത് ശാരീരികപരമായിട്ടുള്ള ഒരു ഗ്രോത്ത് നിൽക്കുന്ന ഒരു സമയമുണ്ട്, നമുക്കൊരു പീരീഡ് ഉണ്ട്, ഒരു ടൈം ഉണ്ട് അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, പക്ഷെ ഡെവലപ്മെന്റ് നടക്കുന്നില്ലേ? നമ്മൾ അന്നേ പഠിച്ചിട്ടുണ്ട്, ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്തല്ല, വളർച്ചയിലൂടെ മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ല, വളർച്ചയിലൂടെയും നടക്കുന്നുണ്ട്, അല്ലാതെയും നടക്കുന്നുണ്ട്. നമ്മുടെ മരണം വരെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഓക്കെ, ശരിയല്ലാത്ത പ്രസ്താവന. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഇതാ, സവിശേഷ ബുദ്ധിവൈഭവം പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്കായി അധ്യാപകൻ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അധികമായി നൽകേണ്ടത്? സവിശേഷമായ ബുദ്ധിവൈഭവമാണ്. വിച്ച് ടൈപ്പ് ഓഫ് അഡീഷണൽ ആക്ടിവിറ്റീസ് നീഡ് ടു ബി പ്രൊവൈഡഡ് ബൈ ദ ടീച്ചർ ടു ദ ഗിഫ്റ്റഡ് ചിൽഡ്രൻ? ഒരു ഗിഫ്റ്റഡ് ചിൽഡ്രൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ടീച്ചർ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാമെന്നാണ് ചോദിക്കുന്നത്. നോക്കാം. എളുപ്പമുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ സിമ്പിൾ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ്, പ്രയാസമുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആക്ടിവിറ്റീസ്. തേർഡ്, കൂടുതൽ മികവാർന്ന വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എൻറിച്ച്ഡ് ആൻഡ് ചലഞ്ചഡ് ആക്ടിവിറ്റീസ്. ആൻഡ് ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം, ഓൾ ദി അബോവ്. ഏതാ വരിക? ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ തോന്നും പ്രയാസമുള്ള പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടതല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. കൂടുതൽ മികവാർന്ന വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ കൊടുക്കണ്ടേ എന്ന് തോന്നും. അപ്പൊ രണ്ടെണ്ണം ശരിയായിട്ട് തോന്നുമ്പോൾ എന്തായാലും രണ്ടും കുത്താൻ കഴിയില്ല. അപ്പൊ പിന്നെ മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം, അപ്പൊ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് തോന്നുക ഗിഫ്റ്റഡ് കുട്ടികളായതുകൊണ്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും കൂടി അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും കൂടി അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് തെറ്റുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് മിസ്റ്റേക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. സോ ശ്രദ്ധിക്കുക, കൂടുതൽ മികവാർന്ന വെല്ലുവിളികൾ ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് അത്തരത്തിലുള്ള നമ്മൾ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആവശ്യം. സിമ്പിൾ ആയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ബാക്കി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരും ചെയ്യും. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളിപ്പോ
പിന്നെ ഒരു ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതായത് എന്താണെന്ന് വിചാരിച്ചാൽ ചില കുട്ടികൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുത്താൽ ചില കുട്ടികൾ പെട്ടെന്ന് ചെയ്തിട്ടിരിക്കും. മറ്റു കുട്ടികൾക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുത്ത് ചെയ്യുമ്പോഴേക്കും കുറച്ചധികം സമയമെടുക്കും. ആ സമയത്തിന്റെ ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക, അവർക്കൊരു ഒരു ഒരു ഇങ്ങനെ ഒരു ആകെ മൊത്തത്തിൽ ഒരു താല്പര്യമില്ലായ്മയൊക്കെ അവർ കാണിക്കും. അതായത് അവർക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട ഒരു ഫീലിംഗ് വരിക. അപ്പോൾ അവർക്ക് എപ്പോഴും വെല്ലുവിളി വരുന്ന ഇടയ്ക്കിടയ്ക്ക് അഡീഷണൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും നമ്മൾ. ഓക്കെ, നെക്സ്റ്റ് ജ്യോതിഷിനി. ഓക്കെ, ജ്യോതിഷിനി ജ്യോതിഷിനി ഗണിത പരീക്ഷയിലെ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല. ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും സിലബസിന് പുറത്തുള്ളതായിരുന്നു എന്നാണ് അവന്റെ അഭിപ്രായം. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ജ്യോതിഷ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇവിടെ നമുക്ക് ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ജ്യോതിഷ് വാസ് unable to answer most of the questions in the maths examination. He is of the opinion that the questions, most of them were out of syllabus. Which defense mechanism is used by Jyotish here? ഏതാ വരുക? അവന് ഗണിത പരീക്ഷയിൽ ഒന്നും എഴുതാനൊന്നും പറ്റിയില്ല. അപ്പൊ അവൻ പറയാണ് എല്ലാ ചോദ്യങ്ങളും എന്താണ് സിലബസിന് പുറത്തുനിന്നാണ് വന്നതെന്നാണ് അവൻ പറയുന്നത്. അപ്പൊ ഇത് എന്ത് സമയോജന ക്രിയാതന്ത്രമാണ് അവൻ ഇവിടെ ഉപയോഗിച്ചതെന്നാണ് ചോദിച്ചത്. നോക്കിയേ, അനുപൂരണം ഓർ കോമ്പൻസേഷൻ, ദമനം റിപ്രഷൻ, പിന്നെന്താണ് യുക്തീകരണം റാഷണലൈസേഷൻ, അതുപോലെ തന്നെ ഉദാത്തീകരണം സബ്ലിമേഷൻ. ഇവിടെ ഇപ്പൊ ശരിക്കും ഒരു പ്രൊജക്ഷൻ കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതാണ് ആൻസർ എന്നൊക്കെ പറഞ്ഞു പോയേനെ. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക, അത് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഇല്ലത് നമുക്ക് ഏതാ ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുക? കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഏത് ഡിഫൻസ് മെക്കാനിസം അല്ലെ? അനുപൂരണമാണോ, ദമനമാണോ, യുക്തീകരണമാണോ, ഉദാത്തീകരണമാണോ എന്നാണ് നമ്മളിവിടെ പറയേണ്ടത്. അല്ലെ, ആൻസർ എന്താ വരിക? യാതൊരു സംശയവും വേണ്ട. അവനെന്താണ്, അവന്റെ പരീക്ഷയിൽ കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, അവന്റെ ഭാഗത്ത് തന്നെയാണ് ഫോൾട്ട്. പക്ഷെ അവൻ പറയുന്നതാണ് അത് ഭൂരിഭാഗങ്ങളും സിലബസിന് പുറത്തുള്ളതായിരുന്നു എന്ന് അവരിങ്ങനെ അതിനെ യുക്തീകരിക്കുകയാണ്. അവരിങ്ങനെ പറയണം അതൊക്കെ അതുകൊണ്ടാണ്, അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചൊക്കെ ആണെങ്കിൽ വന്നേനെ, അല്ല പഠിച്ചൊക്കെ വന്നതാണെങ്കിൽ ഞാൻ എഴുതിയേനെ, അല്ലെ ഞാൻ വായിച്ചു നോക്കി. അവൻ ആകെ 2 ചോദ്യങ്ങളെ വായിച്ചിട്ടുണ്ടാവും, ബാക്കി 10 ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വേറെ ഉണ്ടാവും, ബാക്കി കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ 2 ചോദ്യങ്ങളിൽ നിന്ന് 2ഉം വന്നിരുന്നെങ്കിൽ അവൻ എഴുതിയേനെ. ബാക്കിയൊന്നും അവൻ പഠിച്ചിട്ടില്ല, സോ അതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് അവൻ പറയാണ്. എന്ന് വെച്ചാൽ അവൻ അതിലൊരു റീസൺ ഉണ്ടാക്കുവാണ്, അവൻ അങ്ങനെ യുക്തീകരിക്കുവാണ്, ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് യാതൊരു സംശയവും നമ്മളുടെ ഓപ്ഷൻ സി ആണ്, യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ടെലിവിഷനിൽ കണ്ട മാതൃക നോക്കി ഗേളി എന്ന് വെച്ചൊരു പേരാണ്, ഒരു കുട്ടിയുടെ പേരാണ്. ടെലിവിഷനിൽ കണ്ട മാതൃക നോക്കി ഗേളി ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പേപ്പർ ബോട്ട് ഉണ്ടാക്കുകയാണ്. ഓർത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവൾ ഘട്ടങ്ങൾ നോട്ട് ബുക്കിൽ കുറിച്ചു വെച്ചു. അങ്ങനെ ഘട്ടങ്ങളെ ഓർമ്മയിൽ നിലനിർത്താൻ കഴിഞ്ഞു. തുടർന്ന് ഒരു പേപ്പർ ബോട്ട് കൂട്ടുകാരുടെ മുന്നിൽ നിർമ്മിച്ചു കാണിച്ചു. കൂട്ടുകാർ അവളെ പ്രശംസകൾ കൊണ്ട് പൊതിഞ്ഞു. ആരുടെ നിരീക്ഷണ പഠന സിദ്ധാന്തമാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടത്? ഇവിടെ ഒരു കുട്ടി പേപ്പർ ബോട്ട് ഉണ്ടാക്കുന്ന പിന്നെ കഥയുമായിട്ടാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന നോക്കിയേ, ആദ്യം എന്ത് ചെയ്തു? ആദ്യം ആ കുട്ടി എന്ത് ചെയ്യുന്നു? ഘട്ടം ഘട്ടം പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് ഓർത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഘട്ടങ്ങളൊക്കെ നോട്ട് ബുക്കിൽ കുറിച്ചു വെച്ചു. എന്തൊക്കെയാണ് സ്റ്റെപ്പ്? ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ആരും പറയുന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എഴുതി വെച്ചു. അങ്ങനെ ഘട്ടങ്ങളെ ഓർമ്മയിൽ നിലനിർത്താൻ കഴിഞ്ഞു. എഴുതി വെച്ചുകൊണ്ട് അവർക്ക് ഓരോ ഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റി, അല്ലെ? പിന്നീട് എന്ത് ചെയ്തു? ഒരു പേപ്പർ ബോട്ട് കൂട്ടുകാരുടെ മുന്നിൽ നിർമ്മിച്ച് കാണിച്ചു അവള്. കൂട്ടുകാർ അവളെ പ്രശംസകൾ കൊണ്ട് പൊതിഞ്ഞു. ആരുടെ നിരീക്ഷണ പഠന സിദ്ധാന്തവും സോഷ്യൽ ലേണിംഗ് തിയറി ഈസ് അപ്ലൈഡ് ഹിയർ എന്ന് ചോദിച്ചത്. നിരീക്ഷണ പഠന സിദ്ധാന്തം എന്ന് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. സോഷ്യൽ ലേണിംഗ് തിയറി ഈസ് ബൈ. മറ്റോരോ ഓപ്ഷന്റെ ആവശ്യം നിങ്ങൾക്ക് ഇവിടെ ആവശ്യം വരില്ല. എന്താണ് വരിക? ആൽബർട്ട് ബന്ദൂരിയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ആൽബർട്ട് ബന്ദൂരിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് തവണ ചെയ്തതാണ്, അതിന്റെ അപ്ലിക്കേഷൻ അവർ തന്നേ ഉള്ളൂ, നിങ്ങൾക്ക് തന്നെ ഇത് പരിചയം ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഓക്കെ, 4 പന്തുകളും 3 പന്തുകളും ചേർത്ത് വെച്ച് 7 പന്തുകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന പ്രവർത്തനം 5ാം ക്ലാസ്സിൽ നടത്താൻ അധ്യാപകന് അവസരം നൽകി. തുടർന്ന് അധ്യാപകൻ 4 കൂട്ടണം 3 സമം 7 എന്ന് ബോർഡിൽ എഴുതി കാണിച്ചു. ഇത് നിരീക്ഷിച്ച മിലി ഉടൻ പ്രതികരിച്ചു, എങ്കിൽ 7 - 3 സമം 4 ആയിരിക്കില്ലേ എന്ന്. എങ്കിൽ പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് മിലി ഉള്ളത്? അധ്യാപകൻ കുട്ടികളെ കുറച്ച് കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അധ്യാപകൻ പറയുകയാണ് 4ഉം 3ഉം കൂട്ടിയാൽ 7 ആണെന്ന് ബോർഡിൽ എഴുതി കൊടുത്തു. ഇതാ 4 കൂട്ടണം 3 സമം 7 എന്ന് എഴുതി. കുട്ടികളൊക്കെ ഇത് കണ്ടപ്പോ മിലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മാഷേ ഈ 7ൽ നിന്നും ഇവിടെ തന്നിരിക്കുന്ന 3 എന്ന് പറയുന്ന നമ്പർ നമ്മൾ കുറച്ചാൽ 7ൽ നിന്നും 3 കുറച്ചാൽ ആൻസർ 4 കിട്ടണ്ടേ എന്ന് ചോദിച്ചു. സംശയം ചോദിച്ചു. നല്ലൊരു സംശയമല്ലേ? അപ്പൊ അധ്യാപകൻ എന്ത് ചെയ്തു? അപ്പൊ അധ്യാപകൻ സ്വാഭാവികമായിട്ട് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോ പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് ഈ മിലി എന്ന് പറയുന്ന കുട്ടി ഉള്ളതെന്നാണ് ചോദിച്ചത്.
ഇന്ദ്രിയ ചാലഘട്ടമാണോ, പ്രാഗ മനോവ്യാപാര ഘട്ടമാണോ, മൂർത്ത മനോവ്യാപാരമാണോ, ഔപചാരിക മനോവ്യാപാര ഘട്ടമാണോ? ഏത് ഘട്ടത്തിലാണ് ഈ പറയുന്ന പെൺകുട്ടി വരിക? ഇത് ആദ്യം അധ്യാപകൻ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പൊ കുട്ടി ചോദിക്കുകയാണ് തിരിച്ചെഴുതിയാൽ ശരിയാവില്ലേ? തിരിച്ചെഴുതിയാൽ ശരിയാവില്ലേ? റിവേഴ്സിബിൾ തിങ്കിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻസർ വരുന്നത് ഏതിലാ? യാതൊരു സംശയവും വേണ്ട. ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. മൂർത്ത മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം. ഇതാ നോക്കിക്കോ. വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെടുത്തിയുള്ള ഉത്തമ മാനവികതാ കാഴ്ചപ്പാടുകളിൽ ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പിനെ പറയുന്ന പേരെന്താണ്? സ്വയം മതിപ്പ് എന്ന് വെച്ചാൽ ഒരു തരം പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതാണ്. ഒരു തരം നമ്മുടെ നമ്മൾ സ്വയം മതിപ്പ് എന്നൊക്കെ പറയും. ഒരു വെർത്ത്നെസ് കൊടുക്കുകയാണ്, നമുക്കൊരു വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ. ഇതാ ഇൻ ദ സ്റ്റഡി ഓഫ് പേഴ്സണാലിറ്റി ഇൻ പോസ്റ്റ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് personal judgment of worthiness that is expressed in the attitude the individual holds towards himself or herself is termed as dash. എന്താ വരുക? ആദർശാത്മക അഹം എന്ന് വെച്ചാൽ ഐഡിയൽ സെൽഫ്, യാഥാർത്ഥ്യ അധിഷ്ഠിത അഹം റിയൽ സെൽഫ്, ആത്മസാക്ഷാത്കാരം സെൽഫ് ആക്ച്വലൈസേഷൻ, അതുപോലെ തന്നെ ആത്മാദാനം സെൽഫ് എസ്റ്റീം എന്നാണ് പറയുക. അപ്പൊ ഇവിടെ എന്താ വരുക? ഈ വ്യക്തിത്വമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിന് എന്താ പറയുക? ഒരു വ്യക്തി സ്വയം തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന മതിപ്പിനെ, സ്വയം മതിപ്പിനെ വിളിക്കുന്നത്. എന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചെങ്കിൽ ഞാൻ മോശമില്ല അല്ലെ, ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഞാൻ എന്നെ കുറിച്ചൊരു ഞാൻ ഒരു നല്ലൊരു ഇതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഞാൻ മോശമില്ലാത്ത രീതിയിൽ നമ്മളെ കുറിച്ച് തന്നെ വിലയിരുത്താറില്ലേ? അതന്നെ ആ സ്വയം മതിപ്പിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. ആൻസർ എന്താ വരുക ഇവിടെ വരുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാ വരുക? യാതൊരു സംശയവും വേണ്ട, സെൽഫ് എസ്റ്റീം ആണ് കേട്ടോ. അതിനാണ് നമ്മൾ സെൽഫ് എസ്റ്റീം എന്ന് വിളിക്കുക, ആത്മാദാനം എന്ന് വിളിക്കുക. ഓക്കെ, ആത്മാദാനം എന്ന രീതിയിൽ നമ്മൾ പറയുക സെൽഫ് എസ്റ്റീം ആണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഈ രീതിയിൽ തന്നെ അത്യാവശ്യം സിമ്പിളായി മാറാൻ നമുക്ക് വിചാരിക്കാം. എന്നാൽ അത്യാവശ്യം രീതിയിലൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു, വീണ്ടും എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, പേടി എന്ന് പറയുന്ന സാധനം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മനസ്സിൽ വെക്കാൻ പാടില്ല. എപ്പോഴും പോയാൽ പോട്ടെ എന്ന് വിചാരിക്കും, അത്രയേ ഉള്ളൂ. ഇനി അത്രയേ ഉള്ളൂ, പോയാൽ പോട്ടെ. അങ്ങനെ വിചാരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ ആ രീതിയിൽ നിങ്ങൾ എന്ത് ശാന്തമായി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നോക്കുക. ഉറപ്പായിട്ടും നല്ലൊരു സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. നല്ലൊരു സമയമാണ്. മൈൻഡ് കൂൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കി സമയങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ചുരുക്കം ചില മണിക്കൂറുകളെ നമ്മുടെ മുന്നിലുള്ളൂ പരീക്ഷയ്ക്ക് എന്നുള്ള ബോധം നമുക്കുണ്ട്. പക്ഷെ എന്നാലും കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക? കുറച്ചധികം സമയം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ. എഴുതി വെച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്തവണ നമുക്ക് കിട്ടും, ഇത് നമ്മുടെ വർഷമാണെന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി കാര്യങ്ങൾ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ. ഓക്കെ. കൂടുതൽ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. പിന്നെ PDF മെറ്റീരിയലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സമയം ഉണ്ടാവില്ല, വായിച്ച് പഠിക്കാനൊക്കെ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെസ്സേജ് ചെയ്താൽ അവർ അതിൻ്റെ റിപ്ലൈ തരും. നെക്സ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.